സ്നേഹമുള്ള ഈ ബിസിനച്ച, സ്നേഹമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരങ്ങളെ, മനോഹരമായ ഒരു സുദിനത്തിലാണ് ഇന്ന് ബലിയർപ്പിച്ച് നാം പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ ആഘോഷപൂർവ്വം കരുണയുടെ വർഷം ഈ ഭവനത്തിൽ ആരംഭിച്ചു. കരുണ തീർച്ചയായിട്ടും നാമൊക്കെ അനുഭവിക്കുന്നവരാണ് ജീവിതങ്ങൾ. കാരുണ്യപൂർവ്വമുള്ള പ്രവൃത്തികളും കരുണയുടെ പ്രവൃത്തികളുമെല്ലാം നമ്മൾ ചെയ്യുന്നവരുമാണ്. പരിശുദ്ധ പിതാവ് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചപ്പോൾ ഓർമ്മപ്പെടുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ചിന്തകളാണ് നാം ഇന്ന് പങ്കുവയ്ക്കുക. പരിശുദ്ധ പിതാവ് ഈ കരുണയുടെ വർഷം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അവലോകന തിരുനാളിൽ ആരംഭിച്ച് അടുത്ത വർഷം ക്രിസ്തുവിന്റെ രാജ്യത്തെ തിരുനാളില് നവംബർ 20-ാം തീയതി അവസാനിപ്പിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ഉദ്ദേശമുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയും ദൈവത്തോടും മനുഷ്യരോടും അടുക്കുക. ഏറ്റവും പ്രധാനമായിട്ടുള്ള നമുക്കറിയാം, കുമ്പസാരം എന്ന കുദാശയിലൂടെയാണ്, പാപമോചനം എന്ന കുദാശയിലൂടെയാണ് കരുണ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അനുഭവിച്ചറിയുക. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നുണ്ട് കരുണയുടെ മാർഗങ്ങൾ ഏതാണ്. ഭക്ഷിക്കാനില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും, കുടിക്കാനില്ലാത്തവർക്ക് വെള്ളം കൊടുക്കുന്നതും, ധരിക്കാനില്ലാത്തവർക്ക് ധരിക്കുവാനായിട്ട് വസ്ത്രം കൊടുക്കുന്നതുമെല്ലാം ഉപവ പ്രവർത്തികളായിട്ട്, കാരുണ്യത്തിന്റെ പ്രവർത്തികളായിട്ട് പരിശുദ്ധ പിതാവ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗവും അതുതന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. കർത്താവ് കാരുണ്യം കാണിച്ചപ്പോൾ അതിന്റെ മുമ്പിൽ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു നിൽക്കുന്ന അമ്മയുടെ മനോഹരമായ ചിത്രം. അമ്മയോട് പറയുകയാണ്, നിനക്ക് മാത്രമല്ല ഈ സന്തോഷത്തിന്റെ സദ്വാർത്ത, നിന്റെ ഇളയമയായ എലീശുമായിരിക്കും അവിടുന്ന് ഗർഭവതിയാണെന്നുള്ള സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുകരങ്ങളും തൊഴുതു നിൽക്കുന്ന അമ്മയുടെ ചിത്രമാണ് നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. അമ്മയാണ് തീർച്ചയായിട്ടും നമുക്ക് കാരുണ്യത്തിന്റെ മുഖം മനുഷ്യന്റെ ജീവിതങ്ങളിൽ ഏറ്റവും പ്രകടമായ രീതിയിൽ കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുക. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കറിയാം എത്ര കാരുണ്യപൂർവ്വമാണ് നിങ്ങൾ മക്കളോട് പ്രവർത്തിക്കുക. എന്ത് പറഞ്ഞാലും ഒരിക്കലും മക്കളെ ദ്വേഷിക്കാത്ത, അവരോട് വിദ്വേഷം തോന്നാത്ത നല്ല ഹൃദയമുള്ള മാതാക്കളും പിതാക്കളുമാണ് നമ്മളിൽ പലരും. അങ്ങനെ കാരുണ്യം നമ്മുടെ മക്കളോട് മാത്രമല്ല, നാം ഉൾപ്പെടുന്ന സമൂഹത്തിലെ മാതാപിതാക്കന്മാരോടും സഹോദരങ്ങളോടും ഈ കാരുണ്യത്തിന്റെ വലിയ മുഖം നമ്മൾ കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രവർത്തികളിലേക്ക് വളർന്നു വരണമെന്ന് പരിശുദ്ധ പിതാവ് വളരെ ശക്തമായ രീതിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ ഈ കവാടം തുറന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു, എന്തിനാണ് കവാടം തുറക്കുക? യേശു വന്ന് രക്ഷ പ്രദാനം ചെയ്തു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ കവാടം. പരിശുദ്ധ പിതാവ് സാധാരണ ജൂബിലി വർഷങ്ങളിലാണ് ഇത് പ്രഖ്യാപിക്കുക. ഇത് അസാധാരണമായിട്ടൊരു ജൂബിലി വർഷമാണ്. 25-ഓ 50-ഓ അതിന്റെ ഓർമ്മപ്പെടുത്തലുകളല്ല. ഇത് അസാധാരണമായ രീതിയിൽ ഒരു ജൂബിലി വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് മാനവരാശിയോട് മുഴുവനും, പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്ന ഇതാണ്: അനുതാപത്തിലൂടെ പാപമോചനത്തിന്റെ കുദാശയിൽ പങ്കെടുത്ത് അതിനനുസൃതമായിട്ടുള്ള ജീവിത പ്രവർത്തികളിലേക്ക്, ജീവകാരുണ്യ പ്രവർത്തികളിലേക്ക് നമ്മൾ കടന്നു പോകണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നൊരു നമ്മുടെ ആശയതലങ്ങളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമുക്ക് കൈകൾ കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യമാണ്. എന്നാൽ പരിശുദ്ധ പിതാവ് ഈ കരുണയുടെ വർഷം നമ്മളോട് പറയുകയാണ്, വിസിബിൾ ആയിട്ടും ടാൻജിബിൾ ആയിട്ടും, അതായത് കാണത്തക്ക രീതിയിൽ, അനുഭവവേദ്യമാകുന്ന രീതിയിൽ ഈ കാരുണ്യത്തിന്റെ വർഷത്തിൽ നമ്മൾ പ്രവർത്തിക്കണമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. നമ്മൾ കരുണാപൂർവ്വം ജീവിക്കുന്നു, കരുണാപൂർവ്വം പ്രവർത്തിക്കുന്നുവെന്ന് മറ്റുള്ളവർ കാണണം. ഇങ്ങനെ കണ്ടും മനസ്സിലാക്കിയും അടുത്തറിഞ്ഞും അനുഭവിച്ചും ആ വലിയ കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ നമുക്ക് ആരംഭിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈ പരിശുദ്ധ പിതാവ് തുടങ്ങി വെച്ചിരിക്കുന്ന ഈ കാരുണ്യത്തിന്റെ വർഷം നമ്മുടെയൊക്കെ കുടുംബങ്ങളില്, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളില് അനുരഞ്ജനത്തിന്റെ ഒരു അവസരമാക്കി നമുക്ക് തീർക്കാം. ദൈവത്തോടുണ്ട്, സഹോദരങ്ങളോടുണ്ട്, തന്നോട് തന്നെയുണ്ട്, ഈ പ്രപഞ്ചത്തോടുണ്ട്. നമുക്ക് അനുരഞ്ജനപ്പെടാൻ ഒത്തിരിയേറെ മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സമ്പത്തിനും ജീവിതത്തിന്റെ ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പുറകെ നമ്മൾ പരക്കം പാഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് പറയാം, അവിടെ നിന്നിട്ട് ദൈവത്തോട് പറയാം, തെറ്റിപ്പോയ ജീവിതത്തിന്റെ നിമിഷങ്ങളില് നമ്മളോട് തന്നെ നമുക്ക് പലപ്പോഴും തെറ്റുപറ്റാറുണ്ട്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോടുണ്ട്, സഹോദരങ്ങളോടുണ്ട്. ഈ മേഖലകളെല്ലാം നമുക്ക് അവരുമായിട്ട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് അനുരഞ്ജനത്തിന്റെ
പ്രപഞ്ചത്തോടും അനുരഞ്ജനപ്പെട്ട് നിന്ന് നമുക്ക് നല്ല യേശുവിന്റെ മുമ്പിൽ ഈ കാരുണ്യത്തിന്റെ വലിയൊരു കുദാശയിൽ നമുക്ക് പങ്കുകൊള്ളാം. കുമ്പസാരി ചൊരുങ്ങി നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാരുണ്യത്തിന്റെ വലിയൊരു അനുഭവം നമുക്ക് മനസ്സിലും ജീവിതങ്ങളിലും അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പരിശുദ്ധ പിതാവ് ഒരു വഴി കൂടി കടത്തി പറയുകയാണ്, ഇത് നാം മാത്രം അനുഭവിച്ചാൽ പോരാ, മറ്റുള്ളവർ കാണുന്ന രീതിയിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് വിസിബിളും ടാൻജിബിളുമായിട്ടുള്ള രീതിയിൽ നമുക്കത് പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കണമെന്ന്. ഇന്നലെ MCBSന്റെ സന്യാസ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ കാരുണ്യകനിൽ വെച്ച് ഈ വിസിബിൾ ആയിട്ട് ടാൻജിബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തി. അവയവദാന ശുശ്രൂഷകൾക്ക് നേതൃത്വം ശുശ്രൂഷ കൊടുക്കുന്ന ചിറമേലച്ചന്റെ നേതൃത്വത്തിലുള്ള ഒരു കാരുണ്യ പ്രവൃത്തി. നൂറുകണക്കിന് ആളുകാരാണ് അവിടെ ഒന്നിച്ചു കൂടിയത്. അവരിൽ പങ്കെടുത്തതിൽ ഒരാൾ പറഞ്ഞു, ഞാൻ കരൾ കൊടുക്കാൻ സന്നദ്ധനാണ്, പാവപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി ഭവനം പണിത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. സ്നേഹമുള്ളവരെ, ഉള്ളതുകൊണ്ട് നമുക്കുള്ളത് കൊണ്ട് മറ്റുള്ളവരോട് കാരുണ്യപൂർവ്വം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുവാൻ, മറ്റുള്ളവരോട് പ്രവർത്തിപ്പതിലൂടെ കാണിക്കുവാൻ, അത് ഈ ലോകം മുഴുവനും ദൈവസന്നിധിയിലും മറ്റുള്ളവരുടെ മുമ്പിലും ഏറ്റു പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കാരുണ്യം അവരുടെ ജീവിതങ്ങളിൽ അനുഭവിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇത് കർത്താവിന്റെ ദാസി. നമുക്കും പറയാം, കാരുണ്യം അനുഭവിച്ചവരാണ് നാം. ജീവിതങ്ങളിൽ കാരുണ്യത്തിന്റെ മുഖങ്ങൾ ഒത്തിരിയേറെ വ്യക്തികളിലൂടെ നമ്മൾ അനുഭവിച്ചവരാണ്. മാതാപിതാക്കന്മാരിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഇതിനേറെ പറയുന്ന കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് നമ്മൾ കാരുണ്യം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇനി നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം, കൊടുക്കാം നമുക്ക് കാരുണ്യം. മറ്റുള്ളവരോട് ഹൃദയം തുറന്ന് ക്ഷമിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും നമുക്ക് രണ്ട് രീതിയിൽ ഈ കാരുണ്യ വർഷം വളരെ അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ ദൈവമേ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.